ജമ്മുകാശ്മീരിലെ ത്രാലിൽ ഭീകരർക്ക് നേരെ വീണ്ടും സൈനിക നടപടി. പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ഭീകരരെ സഹായിച്ച ആസിഫ് ഷെയ്ഖ് ഉൾപ്പെടെ 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ വധിച്ചു. മേഖലയിൽ കൂടുതൽ ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സംശയമുണ്ട്. ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മുകാശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിർത്തി കടന്നുള്ള ഭീകരത വെച്ചുപൊടുപ്പിക്കില്ലെന്നും പ്രകോപനം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ऑपरेशन सिंदूर सिर्फ एक ऑपरेशन का नाम भर नहीं है, बल्कि यह एक हमारी प्रतिबद्धता है, यह हमारा एक कमिटमेंट है। एक ऐसी प्रतिबद्धता जिसमें भारत ने दिखा दिया कि हम सिर्फ डिफेंस नहीं करते हैं, जब वक्त आता है तो हम कठोर निर्णय भी लेते हैं और कठोर कार्रवाई भी करते हैं। ത്രാലിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചേർന്നു. ബൽറാം, ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണോ? കൊല്ലപ്പെട്ട ഭീകരർ ആരൊക്കെയാണ് എന്നതിൽ ഒരു നേരത്തെ ജമ്മു കാശ്മീർ പോലീസ് പറയുന്നുണ്ടായിരുന്നു, അതിൽ ഔദ്യോഗിക വിശദീകരണം അല്പസമയത്തിനകം നൽകാമെന്ന്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ബൽറാം ത്രാലിൽ നിന്ന് നൽകാൻ കഴിയുന്നത്? വിജയകുമാർ, ഓപ്പറേഷൻ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഏതാണ്ട് 12 മണിയോടെ തന്നെ ഓപ്പറേഷൻ പൂർത്തിയായിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 4 മണിയോടെ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്ട് 8 മണിക്കൂറോളം നീണ്ട ഓപ്പറേഷനിലാണ് 3 ഭീകരവാദികളെ വധിക്കാൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നത്. ജമ്മു കശ്മീർ പോലീസിന്റെ സ്പെഷ്യൽ ഗ്രൂപ്പും ഒപ്പം തന്നെ CRPF-ഉം സംയുക്തമായാണ് ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കിയത്. ഇപ്പോഴും ഈ മേഖലയിൽ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്ന ആ വീട്ടിൽ പരിശോധനകൾ നടക്കുകയാണ്. വലിയ ആയുധ ശേഖരം തന്നെ, സ്ഫോടക വസ്തു ശേഖരം തന്നെ ഭീകരവാദികളുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട 3 പേർ കൊല്ലപ്പെട്ടതായും ഓപ്പറേഷൻ പൂർത്തിയായതായും ജമ്മുകശ്മീർ പോലീസ് IG സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്നാൽ അത് ആരൊക്കെ എന്നത് ഔദ്യോഗികമായ സ്ഥിരീകരണം അല്പസമയത്തിനകം മാത്രമേ നൽകൂ. അത് ഔപചാരികമായി ഇവരുടെ കൈവശമുള്ള ID കാർഡുകൾ ഉൾപ്പെടെ പരിശോധിച്ച് അതിനുശേഷം പോലീസിന്റേതടക്കമുള്ള സ്ഥിരീകരണത്തിന് ശേഷം മാത്രമായിരിക്കും ഔദ്യോഗികമായി ഈ പേരുകൾ സ്ഥിരീകരിക്കുക. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പഹൽഗാം ഭീകരാക്രമണത്തിലെ ഭീകരരെ സഹായിച്ച ആസിഫ് അഹമ്മദ് ഷെയ്ഖ്, ഇയാൾ ജെയ്ഷെ ഭീകരനാണ്, ലഷ്കർ-ഇ-തൊയ്ബയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇയാളുടെ വീട് ത്രാലിൽ തന്നെയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പ്രാദേശിക ഭീകരർക്കെതിരായ ജമ്മുകശ്മീർ പോലീസും സുരക്ഷാ സേനയും നടപടി ആരംഭിച്ച ഘട്ടത്തിൽ ആദ്യം തകർത്ത വീട് ആസിഫ് ഷെയ്ഖിന്റേതായിരുന്നു. ഒപ്പം തന്നെ കൂടെയുള്ള മറ്റ് 2 ഭീകരവാദികൾ, അവർ 2 പേരും ത്രാൽ സ്വദേശികളാണ്. യാവർ അഹമ്മദ് ഭട്ട്, അമീർ നാസർ വാണി എന്നിവരാണ് ഇന്ന് വധിച്ച മറ്റ് 2 ഭീകരർ. ഇവർ ഈ വനമേഖലയോട് ചേർന്നുള്ള ഒരു വീട്ടിൽ ഇവർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ സേന ഈ പ്രദേശത്ത് ഇന്നലെ രാത്രി തന്നെ ഇവിടെ സേനാവിന്യാസം പൂർത്തിയാക്കുകയും ഓപ്പറേഷൻ ആരംഭിക്കുകയുമായിരുന്നു. ഈ ഓപ്പറേഷനിടെ ഭീകരവാദികൾ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വലിയ തോതിലുള്ള ആയുധശേഖരം, അത്യാധുനിക തോക്കുകൾ ഉൾപ്പെടെ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. മണിക്കൂറുകളോളം നമുക്ക് ഈ പ്രദേശത്ത് വെടിയൊച്ചകളും വൻ സ്ഫോടന ശബ്ദങ്ങളും കേൾക്കാമായിരുന്നു. തുടർന്ന് ഡ്രോൺ ഉപയോഗിച്ച് ഈ ഭീകരർ ഒളിച്ചിരുന്ന വീട് പൂർണ്ണമായും നിരീക്ഷിച്ച ശേഷമാണ് ഇവരുടെ നീക്കങ്ങൾ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞാണ് സുരക്ഷാ സേന പിന്നീട് തുടർ നീക്കങ്ങൾ നടത്തിയത്. ഈ ഭീകരവാദികളെ വധിക്കാൻ കഴിഞ്ഞത്. കൂടുതൽ സൈനികരെ പ്രദേശത്തെത്തിച്ചു. ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്ന വീട് അത് അകത്തേക്ക് പ്രവേശിക്കുന്നതിനായി ആ മേഖല ഒരു വശം തകർക്കുന്നതിനായി JCB ഉൾപ്പെടെ കൊണ്ടുവന്നു. കൂടുതൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഇവരുടെ ഇരിക്കുന്ന വീടിന്റെ ജനലുകളും വാതിലുകളും തകർത്ത ശേഷമാണ് ഈ ഭീകരവാദികളെ വധിക്കാൻ കഴിഞ്ഞത് എന്നാണ് ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത സുരക്ഷാ സേന ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വലിയ വിജയം തന്നെയാണ് സുരക്ഷാ സേനയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറിനിടെയാണ് 6 ഭീകരവാദികളെ ഈ മേഖലയിൽ തന്നെ വധിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. തെക്കൻ കശ്മീരിലെ വനമേഖലയിൽ ഭീകരവാദികളുടെ വലിയ സാന്നിധ്യമുണ്ട് എന്നുള്ള സ്ഥിരീകരണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം 14 ഭീകരവാദികളുടെ പ്രാദേശിക ഭീകരവാദികളുടെ പട്ടിക ജമ്മുകശ്മീർ പോലീസ് പുറത്തിറക്കിയിരുന്നു. അതിൽ ഉൾപ്പെട്ട 3 ഭീകരവാദികളാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. ഒപ്പം തന്നെ ചൊവ്വാഴ്ച നടന്ന ഏറ്റുമുട്ടൽ, ഷോപ്പിയാനിൽ നടന്ന ഏറ്റുമുട്ടൽ, അതിൽ ഒരു ഭീകരവാദി കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. 14 പേരിൽ 4 പേരെ ഇതിനകം തന്നെ വധിക്കാൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം പ്രാദേശിക ഭീകരർക്കെതിരായ നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർക്ക് താമസം, യാത്ര, കൂടാതെ അവർക്ക് ഈ സ്ഥലം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ നൽകിയ ഭീകരരാണ് വധിക്കപ്പെട്ടിരിക്കുന്നത്.
കേന്ദ്രീകരിക്കുന്നത്. ഈ ആസിഫ് ഷെയ്ഖ് ഈ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ വിദഗ്ധനാണ് എന്നാണ് സുരക്ഷാ സേനയുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരം. ഇയാൾ ഈ മറ്റ് പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറി എത്തിയ ഭീകരർക്ക് ഭീകരാക്രമണ പദ്ധതി തയ്യാറാക്കുകയും അതിലേക്ക് പോകാനുള്ള വഴി, ആ പ്രദേശത്തിന്റെ ഭൗമഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും കൂടാതെ ഭീകരാക്രമണത്തിന്റെ പദ്ധതി ആസൂത്രണത്തിലും വിദഗ്ധനാണ് ആസിഫ് ഷെയ്ഖ് എന്നാണ് സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അത്തരത്തിൽ ഒരു ഭീകരനെയാണ് സുരക്ഷാ സേനയ്ക്ക് ഏറ്റുമുട്ടലിലൂടെ വധിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സേനയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നേട്ടം തന്നെയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള തുടർ നടപടികൾ ഈ മേഖലയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് സുരക്ഷാ സേനയിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഈ മേഖലയിൽ തെക്കൻ കശ്മീരിലെ ഈ മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യം, പ്രാദേശിക ഭീകരരുടെ വലിയ സാന്നിധ്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെയുണ്ട്. ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ട് ഓപ്പറേഷൻ സജീവമായി നിന്നാണ് ബൽറാം നെടുങ്ങാടി ഏറ്റവും ഒടുവിൽ ഉള്ള വിവരങ്ങൾ നൽകിയത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആസിഫ് ഷെയ്ഖ് ഉൾപ്പെടെ, അതായത് പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ഭീകരരെ സഹായിച്ച, അതിന്റെ ആസൂത്രണത്തിൽ പങ്കെടുത്തുവെന്ന് സംശയിക്കുന്ന ആസിഫ് ഷെയ്ഖ് ഉൾപ്പെടെ 3 ജയ്ഷെ ഭീകരരെ സേന വധിച്ചിരുന്നു. അതിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. ആ സംഭവ സ്ഥലത്ത് നിന്ന്, ത്രാലിൽ നിന്നാണ് ആ ദൃശ്യങ്ങൾ. ആ സമയത്ത് സേനയുടെ ഡ്രോൺ ദൃശ്യങ്ങളാണ്. ഈ 3 ഭീകരരിൽ അവർക്ക് ആ സമയത്ത് അവർ വെടിയേറ്റു വീണു. ആ സമയത്തുള്ള ദൃശ്യങ്ങളാണ്. ഇതിൽ ഒരാളാണ് ആസിഫ് ഷെയ്ഖ്. ഇയാൾ പഹൽഗാമിലെ കൂട്ടക്കൊല നടത്തിയ ഭീകരരെ സഹായിച്ചു. തന്നെയുമല്ല, ഇയാൾക്ക് അതിൽ ആസൂത്രണത്തിലും പങ്കുണ്ട് എന്ന് സേന സംശയിക്കുന്നുണ്ട്. വളരെ സുപ്രധാന നേട്ടമാണ് ഈ ഓപ്പറേഷനിലൂടെ സേന അവിടെ നേടിയിരിക്കുന്നത്. 14 പ്രാദേശിക ഭീകരരുടെ പട്ടികയാണ് ഇതിനോടകം സേന തയ്യാറാക്കിയിരിക്കുന്നത്. അതിലുള്ള ഭീകരരെയാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി നേരിടുകയും അവരെ വധിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ത്രാലിൽ നിന്നാണ് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകിയത്.